സ്റ്റാർ വാഴ്സിൽ മഹാഭാരതം വന്ന എഫക്റ്റ് സ്റ്റാഫൊക്കെ തീരെ കേവലം. ആദ്യ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നല്ല പടം. ബോംബൊന്നുമില്ല, അത് ഉറപ്പാണ്. ബോംബൊന്നുമില്ല. ബാഹുബലിക്ക് ശേഷം പ്രഭാസിന് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കിട്ടുന്ന പടം കൽക്കിയായിരിക്കും. പ്രഭാസ് ഇസ് ജസ്റ്റ് ആക്ടർ. അവിടെ ആരെ കൊണ്ടുവന്നാലും ഇപ്പം പ്രഭാസിന് വരെ ഈ സ്ഥാനത്ത് ദുൽഖർ ആയിരുന്നാലും ഇതിനകം ഈ എക്സ്പീരിയൻസ് തന്നെ കിട്ടും. പടം കൊള്ളൂല. സ്റ്റാർ വാഴ്സിൽ മഹാഭാരതം വന്ന എഫക്റ്റ് കണ്ടറിയാം. ഒന്നുമില്ല, സ്റ്റാഫൊക്കെ തീരെ കേവലം. നല്ല പടം. സെക്കൻഡ് പാർട്ടിന് വേണ്ടി, അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ്. നല്ല പടം. പ്രഭാസിന്റെ ഹ്യൂമറൊക്കെ നേരിട്ടുണ്ട്, നല്ല ബെറ്ററുണ്ട്. ആദ്യ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നല്ല പടം. ലാഗൊന്നും അടിച്ചില്ല, ഒരു ഫ്ലോയിൽ അങ്ങ് പോവുകയാണ് പടം. വേറെ അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല. അവിടെ ഇവിടെ ആയിട്ടൊക്കെ നെഗറ്റീവ്സ് പറയുന്നുണ്ട്, അല്ലാതെ വേറെ അങ്ങനെ നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല. ബോംബൊന്നുമില്ല, അത് ഉറപ്പാണ്. ബോംബൊന്നുമില്ല. പടം കൊള്ളാം. एक्सपीरियंस नल्ला एक्सपीरियंस है वो अच्छा था, वो एक्सपीरियंस था, उसका टैलेंट अच्छा था, एक्टिंग वो पूरा स्टोरी अच्छा था. अमिताभ बच्चन अच्छा रोल किया था. വളരെ നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ചെറുതായിട്ട് നമുക്ക് ലാഗ് പോലെ ചെറിയ ഒരു രീതിയിൽ അടിയും. പിന്നെ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ആകുമ്പം അമിതാഭ് ബച്ചനുമായിട്ടുള്ള കുറേ സീക്വൻസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ട് തോന്നും. മോഡലിന് കൊള്ളാം, നല്ല പടമാണ്. ബാഹുബലിക്ക് ശേഷം പ്രഭാസിന് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കിട്ടുന്ന പടം കൽക്കിയായിരിക്കും. പടം അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ്, കുറച്ച് ചളിയും മറ്റേ കാര്യമൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. നമ്മൾ രാമായണത്തിൽ കണക്ട് ചെയ്ത സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ കൊള്ളായിരുന്നു. നമ്മളെ കമലഹാസൻ്റെ അവസാനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്, കൊള്ളാം. നല്ല നമ്മളെ മലയാള നടിമാരൊക്കെ 2-3 പേരുണ്ടായിരുന്നു, നല്ല ഒരു റോളൊക്കെ കിട്ടിയിട്ടുണ്ട്. മുതൽ അടിപൊളി പടം തന്നെയാണ്. പ്രഭാസ് ഓക്കെ. ഫസ്റ്റ് ഹാഫ് കുറച്ച് കോമഡി കേൾക്കാതെ ഒരു ബോറുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. നമ്മൾ രാമായണമൊക്കെ ഒരു കണക്ട് ചെയ്തൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗൊക്കെ ഉണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. നമ്മൾ രാമായണം കണക്ട് ചെയ്തുള്ള പരിപാടിയൊക്കെ കൊള്ളായിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഇന്ത്യൻ സിനിമയിൽ ഇതുപോലത്തെ ഒരു VFX സ്റ്റൈൽ കണ്ടിട്ടുമില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി അപ്പുറമാണ് VFX. പിന്നെ പ്ലോട്ട് ഭയങ്കര രസമായിരുന്നു, ട്വിസ്റ്റൊക്കെ ഉണ്ട്. പ്രഭാസ് ഇത്രയും നന്നായിട്ട് ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല. ബാഹുബലി എനിക്ക് അത് ഡയറക്ടേഴ്സ് പുള്ളിക്കാരൻ്റെ പ്രഭാസിനെ കുറ്റം പറയാൻ പറ്റില്ല, ഡയറക്ടേഴ്സാണ് ബ്രോ. എപ്പോഴും ഡയറക്ടേഴ്സിൻ്റെ കയ്യിലാണ് സിനിമ ഇരിക്കുന്നത്. പ്രഭാസ് ഇസ് ജസ്റ്റ് ആക്ടർ. അവിടെ ആരെ കൊണ്ടുവന്നാലും ഇപ്പം പ്രഭാസിന് വരെ ഈ സ്ഥാനത്ത് ദുൽഖർ ആയിരുന്നാലും ഇതിനകം ഈ എക്സ്പീരിയൻസ് തന്നെ കിട്ടും. പക്ഷേ എന്ത് പറയാൻ, പ്രഭാസ് അതിന് ഓക്കെയാണ്. ഡയറക്ടറിൻ്റെ കഴിവ് പ്രതീക്ഷിച്ചില്ല, ഇത്രയും കിടിലമായിരിക്കും, ഇത്ര എക്സ്പീരിയൻസ് കിട്ടുമെന്നും പ്രതീക്ഷിച്ചില്ല. ഒത്തിരി ട്വിസ്റ്റ് ഉണ്ട്. VFX കാര്യം അത് സമ്മതിച്ചു കൊടുക്കണം. ഇന്ത്യൻ സിനിമയിൽ ഇത്ര ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഡയറക്ടറിന് കണ്ടിരിക്കേണ്ട എല്ലാ ഇതുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ലാഗ് ഫീൽ ചെയ്ത് അത് മിക്കവാറും കട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഷോയല്ലേ ഇപ്പം കഴിഞ്ഞാൽ 800 കോടിക്കുള്ളതുണ്ട്. നമ്മുടെ 800 കോടിക്കൊരു പടം ആക്കിയല്ല, അതുപോലെ അതിനെക്കാട്ടി മികച്ചതായിട്ടുണ്ട്. VFX ലൈക്ക് എന്താ പറയുക, ഓവർ സാച്ചുറേറ്റഡും അല്ല, ബോർഡും അല്ല, കറക്റ്റ് നമ്മളൊരു ഹോളിവുഡ് ലെവലിനെക്കാട്ടി മേലെ ചെയ്ത്. ഇപ്പോഴത്തെ ഹോളിവുഡ് ഞാൻ പറയണ്ടല്ലോ.